അന്തരിച്ച പ്രശസ്ത സംഗീതജ്ഞൻ കെ.ജി. ജയന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. 2 മണിവരെ വീട്ടിൽ പൊതുദർശനമുണ്ടായിരിക്കും. വിവരങ്ങളുമായി അരുൺ ശങ്കർ ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. ഇത് ഇന്നലെയാണ് അദ്ദേഹത്തിന്റെ ദേഹവിയോഗം സംഭവിച്ചത്. ഇന്ന് എത്ര മണിക്കാണ് ചടങ്ങുകൾ ആരംഭിക്കുക? ആരൊക്കെയാണ് അദ്ദേഹത്തിന് അന്തിമ ഉപചാരം അർപ്പിക്കാനായി വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്? ഇന്നലെ പുലർച്ചെയായിരുന്നു പ്രശസ്ത സംഗീതജ്ഞൻ കെ.ജി. ജയന്റെ അന്ത്യം സംഭവിച്ചത്. വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. അതിനുശേഷം മൃതദേഹം മോർച്ചറിലേക്ക് മാറ്റി. ഇന്ന് രാവിലെയാണ് 7:00 കൂടിയാണ് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഇവിടെ 1:30 ഉച്ചയ്ക്ക് 1:30 വരെ പൊതുദർശനത്തിന് വയ്ക്കും. ഇപ്പോൾ ഈ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിക്കാനായിട്ട് വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം 2 മണിയോട് കൂടിയാണ് തൃപ്പൂണിത്തുറ കൂത്തമ്പലം ലായം കൂത്തമ്പലത്തിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നത്. അവിടെ 5 മണി വരെ പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം 5:30ക്കാണ് പൊതുശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇങ്ങനെയാണ് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, സിനിമാ ഗാനങ്ങളിലൂടെയും ഭക്തിഗാനങ്ങളുടെയും, പ്രത്യേകിച്ച് ഭക്തിഗാനങ്ങളുടെയും പ്രശസ്തനായ സംഗീതജ്ഞനാണ് കെ.ജി. ജയൻ. മലയാളത്തിലെ ഇരട്ട സംഗീതജ്ഞൻ എന്ന പ്രശസ്തി നേടിയ ജയവിജയന്മാരിലെ ജയനാണ് അന്തരിച്ചത്. നേരത്തെ വിജയൻ അന്തരിച്ചിരുന്നു. അവർ സംഗീതം നൽകിയ മിക്ക പാട്ടുകളും എല്ലാ കാലത്തും മികച്ച ഹിറ്റുകളിലൊന്നായി മാറിയിരുന്നു. സിനിമാ ഗാനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി ഉൾപ്പെടെയുള്ള ഗാനങ്ങളുണ്ട്. ഭക്തിഗാനങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ രാജധാനി പ്രേമത്തോടാണോ, ചെമ്പയ്ക്കുനാഥൻ നിലച്ചപ്പോൾ തുടങ്ങിയ ഗുരുവായൂരപ്പൻ ഭക്തിഗാനങ്ങളാണെങ്കിലും അയ്യപ്പ ഭക്തിഗാനങ്ങളാണെങ്കിലും കെ.ജി. വിജയനും സംഗീതം നിർവഹിച്ച ഈ ഗാനങ്ങൾ എക്കാലത്തെയും ഭക്തരുടെയും അതോടൊപ്പം തന്നെ മറ്റ് സംഗീതാസ്വാദകരുടെയും മനം കവർന്നതാണ്. 90ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ വീട്ടിൽ മനോജ് കെ. ജയൻ, ഇപ്പോൾ 2 മക്കളാണുള്ളത്. മനോജ് കെ. ജയൻ എൻ്റെ വീട്ടിലാണ് അദ്ദേഹം വെച്ചിരിക്കുന്നത്. 1:30 കൂടിയാണ് അദ്ദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകുക.